ഹലോ കൂട്ടുകാരെ, വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സാധനമാണ് ബംഗാളി ഡിഷായിട്ടുള്ള ദാഹി ബേഗൻ. ഈ ദാഹി ബേഗൻ ബംഗാളി ഡിഷാണെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒഡിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടല്ലോ, വളരെ കൊതിമൂത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ അല്ല ശരിക്കും ഇതിന് എടുക്കേണ്ടത്. ഇതുപോലെ എഗ് പ്ലാന്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വലിയ വഴുതനങ്ങ അല്ല കത്രിക്കയാണ് എടുക്കേണ്ടത്. വഴുതനങ്ങ കറക്റ്റ് ടേസ്റ്റ് വരത്തില്ല. കത്രിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വലിയ എഗ് പ്ലാന്റ് എന്ന് പറയും ഇതിന്, അതാണ് എടുക്കേണ്ടത്. ഇതുപോലെ വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇച്ചിരി കട്ടിയോടുകൂടി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരുപാട് നൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഇവിടെ ഞാൻ അത് അരിഞ്ഞെടുക്കുവാണ്. നല്ലൊരു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു മസാല ചേർക്കണം. മസാലയ്ക്ക് വേണ്ടി കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി ചേർക്കാം കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അതിനുശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ മീനൊക്കെ വറുക്കാൻ വേണ്ടി പുരട്ടിയെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയല്ല, എനിക്ക് എപ്പോഴും പേര് മാറുന്നത് കത്രിക്ക. അപ്പോൾ അതിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ബംഗാളി ഡിഷാണെന്നാണ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒഡിയാണ് കേട്ടോ. ഒഡിയയിൽ അവരുടെ ഉത്സവ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇച്ചിരി സവാള ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കത്രിക്ക ഇതുപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു സൈഡ് ഒന്ന് ആ മസാല ഒന്ന് പിടിച്ചിരുന്നാൽ മതി. അതിനുശേഷം തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലോട്ട് വേണം മാറ്റി കൊടുക്കാനേ. അപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് കടുക്, പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ജീരകം ചേർക്കണേ. വലിയ ജീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ചെറിയ ജീരകം വലിയ ജീരകം ഒരുപോലെ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളേ. അതിനുശേഷം 2-3 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്, സവാള ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സവാള ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇച്ചിരി സവാള ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ സവാളയൊക്കെ ചേർക്കുന്ന ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചേർത്താണ് ഉണ്ടാക്കിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കടുക് വറുത്ത് ഇട്ടാൽ മാത്രം മതി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് കടഞ്ഞെടുക്കണം. അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തൈരിന് വേണ്ടിയുള്ള ഉപ്പ്. പിന്നെ നമ്മളവിടെ തൈര് എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കത്രിക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, റെഡിയായി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, അത് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.